കേരളം ഉറ്റുനോക്കുന്ന ആ വലിയ ദിവസത്തിലേക്ക് ഇനി അധികം ദൂരമില്ല. അതെ, മെയ് 4-ാം തീയതി നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ എന്താകും സംഭവിക്കുക? 10 വർഷത്തെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം UDF വീണ്ടും അധികാരത്തിലേക്ക് തിരിച്ചെത്തും എന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് മുന്നണി നേതൃത്വവും ഘടകകക്ഷികളും ഇപ്പോൾ ഉള്ളത്. മുന്നണി നടത്തിയ കൃത്യമായ വിലയിരുത്തലുകൾ അനുസരിച്ച് 80 സീറ്റുകളിൽ വിജയം ഉറപ്പാണെന്നാണ് UDF അവകാശപ്പെടുന്നത്. ഈ തരംഗത്തിൽ മുന്നണിയിലെ എല്ലാ ഘടകകക്ഷികളും തങ്ങളുടെ നില മെച്ചപ്പെടുത്തും എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ UDFിലെ ഒരു സർപ്രൈസ് പാക്കേജായി മാറാൻ പോകുന്നത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പാണ് എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 2021 കണക്കുകൾ നോക്കുമ്പോൾ അന്ന് 10 സീറ്റിൽ മത്സരിച്ച ജോസഫ് ഗ്രൂപ്പിന് വെറും 2 സീറ്റിൽ മാത്രമാണ് ജയിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇത്തവണ UDFിൽ ചില സീറ്റ് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ ജോസഫ് ഗ്രൂപ്പ് മത്സരിച്ച ഏറ്റുമാനൂർ, ഇടുക്കി സീറ്റുകൾ ഇത്തവണ കോൺഗ്രസ് ഏറ്റെടുത്തു. പകരം കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ സീറ്റിന് പകരമായി കാഞ്ഞങ്ങാട് സീറ്റ് ജോസഫ് ഗ്രൂപ്പിന് വിട്ടുകൊടുക്കുകയും ചെയ്തു. എന്നാൽ നിലവിലെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മത്സരിച്ച 8 സീറ്റുകളിൽ 7ഇടത്തും വിജയമുറപ്പിക്കാൻ ജോസഫ് ഗ്രൂപ്പിന് കഴിയുന്നു എന്നാണ്. ഇത് പാർട്ടിയെ സംബന്ധിച്ച് വലിയൊരു നേട്ടം തന്നെയാണ്. ഇനി നമുക്ക് എല്ലാവരും ഉറ്റുനോക്കുന്ന മണ്ഡലമായ തൊടുപുഴയിലേക്ക് ഒന്ന് നോക്കാം. പാർട്ടി ചെയർമാൻ PJ ജോസഫ് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചതോടെ മകൻ അപ്പു ജോൺ ജോസഫാണ് ഇത്തവണ അവിടെ ജനവിധി തേടുന്നത്. അപ്പുവിന്റെ എതിരാളിയായി LDF നിരയിൽ എത്തിയത് മാണി ഗ്രൂപ്പിന്റെ യുവനേതാവ് കടുത്തുരുത്തിക്കാരനായ സിറിയക് ചാഴികാടനായിരുന്നു. പ്രചാരണത്തിനിടയിൽ മണ്ഡലം മാറിപ്പോയതും മറ്റൊരു മണ്ഡലത്തിലേക്ക് വാഹന പ്രചരണം കടന്നതുമൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു. മണ്ഡലത്തിൽ അത്ര പരിചിതനല്ലാത്ത സിറിയക്കിന് ഈ അതിരുതെറ്റിയ പ്രചാരണം വലിയൊരു നാണക്കേടായി മാറിയിരുന്നു. എന്തായാലും ജോസഫ് ഗ്രൂപ്പിന്റെ കണക്കുകൂട്ടലുകൾ അനുസരിച്ച് അപ്പു ജോൺ ജോസഫ് 25,000-ലധികം വോട്ടുകളുടെ വലിയ ഭൂരിപക്ഷത്തിൽ തൊടുപുഴയിൽ നിന്ന് വിജയിച്ച് കയറും എന്നാണ് വിലയിരുത്തൽ. PJ ജോസഫിന് ശേഷം ഈ പാർട്ടിയെ നയിക്കാൻ പോകുന്നത് ആരായിരിക്കും? അതിലൊരു തർക്കത്തിന്റെ പോലും ആവശ്യമില്ല. അത് കടുത്തുരുത്തി MLAയും മുൻ മന്ത്രിയുമായ മോൻസ് ജോസഫ് തന്നെയായിരിക്കും. നിലവിൽ പാർട്ടിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ എന്ന നിലയിൽ PJ ജോസഫിന് തൊട്ടുപിന്നിൽ രണ്ടാമനായി മോൻസ് ജോസഫ് ഉറച്ചു നിൽക്കുകയാണ്. ഒരുപക്ഷെ PJ ജോസഫ് മത്സരിക്കാത്ത ഈ സാഹചര്യത്തിൽ UDF അധികാരത്തിൽ വരുമ്പോൾ ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന ആദ്യത്തെ പേരും മോൻസിൻ്റേത് തന്നെയാകും. ഇനി കടുത്തുരുത്തിയിലെ ഇത്തവണത്തെ പോരാട്ടത്തിലേക്ക് നോക്കിയാൽ മാണി ഗ്രൂപ്പ് രംഗത്തിറക്കിയിരിക്കുന്നത് പാലാക്കാരിയും കോട്ടയം ജില്ലാ പഞ്ചായത്ത് മുൻ അധ്യക്ഷയുമായ നിർമ്മല ജിമ്മിയെയാണ്. പക്ഷേ രാഷ്ട്രീയ വൃത്തങ്ങൾ പറയുന്നത് മോൻസ് ജോസഫിന്റെ വിജയം ഉറപ്പാണെന്നാണ്. ഇപ്പോൾ അവിടെ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരേയൊരു ചോദ്യം മോൻസിന്റെ ഭൂരിപക്ഷം എത്രയായിരിക്കും എന്നത് മാത്രമാണ്. കേരള കോൺഗ്രസ് വൃത്തങ്ങളിൽ ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം അപ്പു ജോൺ ജോസഫിനേക്കാൾ വലിയ ഭൂരിപക്ഷം മോൻസ് ജോസഫ് നേടുമോ എന്നതാണ്. ജോസഫ് ഗ്രൂപ്പിലെ ഈ 2 കരുത്തന്മാരെ നേരിടാൻ മാണി ഗ്രൂപ്പ് ഇത്രത്തോളം ദുർബലരായ സ്ഥാനാർത്ഥികളെ എന്തിനാണ് നിയോഗിച്ചത് എന്ന കാര്യത്തിൽ രാഷ്ട്രീയ നിരീക്ഷകർ പോലും അത്ഭുതപ്പെടുകയാണ്. അതുപോലെ തന്നെ ഇത്തവണ ജോസഫ് ഗ്രൂപ്പ് വിജയം ഉറപ്പിക്കുന്ന 3ാമത്തെ സീറ്റാണ് ആലപ്പുഴയിലെ കുട്ടനാട്. കഴിഞ്ഞ 3 തവണയും കൈവിട്ടുപോയ സീറ്റാണിത്. എന്നാൽ ഇത്തവണ പാർട്ടിയുടെ വൈസ് ചെയർമാൻ റെജി ചെറിയാൻ സിറ്റിംഗ് MLA ആയ തോമസ് കെ തോമസിനെ മലർത്തി അടിക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. CPIMന്റെ ആലപ്പുഴയിലെ വിവിധ ഘടകങ്ങൾ നടത്തിയ വിലയിരുത്തലും റെജി ചെറിയാൻ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്ന് തന്നെയാണ്. ഇടതുമുന്നണി സ്ഥാനാർത്ഥിയും NCP സംസ്ഥാന അധ്യക്ഷനുമായ തോമസ് കെ തോമസിനെ ഏകദേശം 10,000-ഓളം വോട്ടുകൾക്ക് റെജി ചെറിയാൻ പരാജയപ്പെടുത്തുമെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ ഇപ്പോൾ കണക്കുകൂട്ടുന്നത്. ജോസഫ് ഗ്രൂപ്പ് 4ാമതായി വിജയമുറപ്പിക്കുന്നത് കോതമംഗലം സീറ്റാണ്. സ്ഥാനാർത്ഥി മറ്റാരുമല്ല, പ്രമുഖ വ്യവസായിയായ ഷിബു തെക്കുംപുറം തന്നെ. 2021 അദ്ദേഹം ഇവിടെ മികച്ച രീതിയിൽ പോരാടിയിരുന്നു. അതുകൊണ്ട് തന്നെ 2026-ലും UDF വിശ്വാസമർപ്പിച്ചിരിക്കുന്നത് ഷിബുവിലാണ്. സിറ്റിംഗ് MLA ആന്റണി ജോണിനെ നമുക്കെല്ലാവർക്കും അറിയാം. ജനങ്ങൾക്കിടയിൽ നല്ല സ്വീകാര്യതയുള്ള നേതാവാണ് അദ്ദേഹം. എങ്കിലും നിലവിലെ സർക്കാരിനെതിരെയുള്ള ജനരോഷം കോതമംഗലത്ത് ആഞ്ഞടിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഈ വിരുദ്ധ തരംഗം ആന്റണി ജോണിന് വലിയ വെല്ലുവിളിയാവുകയും
ഷിബു തെക്കുംപുറത്തിന്റെ വിജയം സുഗമമാക്കുകയും ചെയ്യും. ഭൂരിപക്ഷം കുറവായാലും ഷിബു ഇത്തവണ നിയമസഭയിലേക്ക് നടന്നു കയറുമെന്ന് തന്നെ നമുക്ക് കരുതാം. അടുത്തത് പത്തനംതിട്ട ജില്ലയിലെ ഏക ജോസഫ് ഗ്രൂപ്പ് സീറ്റായ തിരുവല്ലയാണ്. ഇവിടെ 5ാമത്തെ വിജയം ഉറപ്പിക്കാനാണ് പാർട്ടി ലക്ഷ്യമിടുന്നത്. പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷനും UDF ജില്ലാ ചെയർമാനുമായ വർഗീസ് മാമനാണ് ഇവിടെ മത്സരരംഗത്ത് ഉള്ളത്. വർഗീസ് മാമനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ വളരെ അനുകൂലമാണ്. സിറ്റിംഗ് MLA മാത്യു ടി തോമസിനെ പരാജയപ്പെടുത്താൻ പറ്റിയ സുവർണ അവസരമാണിത്. പ്രത്യേകിച്ച് 2018 പ്രളയവുമായി ബന്ധപ്പെട്ട് മാത്യു കുഴൽനാടൻ പുറത്തുവിട്ട വെളിപ്പെടുത്തലുകൾ മാത്യു ടി തോമസിനെ ശരിക്കും പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. തിരുവല്ലയിൽ മാറ്റത്തിന്റെ കാറ്റ് വീശിക്കഴിഞ്ഞുവെന്ന് പ്രചാരണ രംഗത്തെ ആവേശം തന്നെ തെളിയിക്കുന്നു. വർഗീസ് മാമൻ ഇവിടെ തീർച്ചയായും വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി ജോസഫ് ഗ്രൂപ്പ് മത്സരിക്കുന്ന മറ്റ് 3 സീറ്റുകളിലേക്ക് വരാം. കാഞ്ഞങ്ങാട് ഒഴികെയുള്ള മറ്റ് 2 സീറ്റുകളിലും അതിശക്തമായ മത്സരമാണ് നടക്കുന്നത്. ഒരു UDF തരംഗം ഉണ്ടായാൽ ജോസഫ് ഗ്രൂപ്പിന് ഈ സീറ്റുകളും സ്വന്തമാക്കാം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് തൃശൂരിലെ ഇരിങ്ങാലക്കുട. ഇവിടെ 3 തവണ MLA ആയിരുന്ന കേരള കോൺഗ്രസ് കരുത്തൻ തോമസ് ഉണ്ണിയാടനാണ് UDFന് വേണ്ടി ഇറങ്ങുന്നത്. എതിരാളിയാകട്ടെ നിലവിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദുവും. പിണറായി സർക്കാരിനെതിരെയുള്ള വികാരം മാത്രമല്ല ഇവിടെ ചർച്ചയാകുന്നത്. മന്ത്രി R ബിന്ദുവിന്റെ നിലപാടുകളും ഉന്നത വിദ്യാഭ്യാസ രംഗത്തുണ്ടായ തകർച്ചയുമെല്ലാം ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചയാണ്. തോമസ് ഉണ്ണിയാടൻ നേരിയ ഭൂരിപക്ഷത്തിനെങ്കിലും വിജയിക്കുമെന്നാണ് പുറത്തുവന്ന സർവേ റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. ചങ്ങനാശ്ശേരിയിലെ പോരാട്ടത്തിലേക്ക് നോക്കിയാൽ കാര്യങ്ങൾ അത്ര നിസ്സാരമല്ല. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ അതിശക്തനായ നേതാവും ഇപ്പോഴത്തെ സിറ്റിംഗ് MLAയുമായ ജോബ് മൈക്കിളാണ് ഇവിടെ LDFന് വേണ്ടി കളത്തിലിറങ്ങുന്നത്. അദ്ദേഹത്തെ നേരിടാൻ UDF അണിനിരത്തിയിരിക്കുന്നത് ജോസഫ് ഗ്രൂപ്പിന്റെ യുവ നേതാവായ വിനു ജോബിനെയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ മാണി ഗ്രൂപ്പും ജോസഫ് ഗ്രൂപ്പും തമ്മിലുള്ള ഒരു തീ പാറുന്ന പോരാട്ടത്തിനാണ് ചങ്ങനാശ്ശേരി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ജോബ് മൈക്കിൾ മണ്ഡലത്തിൽ എല്ലാവർക്കും സ്വീകാര്യനായ ഒരു വ്യക്തിയാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. എങ്കിലും സർക്കാരിനെതിരെയുള്ള ജനവികാരം വിനു ജോബിന് തുണയാകുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ നോക്കുന്നത്. പ്രത്യേകിച്ച് കേരയിൽ പോലുള്ള വിഷയങ്ങളിൽ ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന കടുത്ത അതൃപ്തി ഇത്തവണ LDFന് വെല്ലുവിളിയായേക്കാം. ഇത് വിനു ജോബിന് വലിയൊരു മുതൽക്കൂട്ടാകാനാണ് സാധ്യത. മറ്റൊരു പ്രധാന കാര്യം, വിനു ജോബ് വെറും ഒരു സ്ഥാനാർത്ഥിയല്ല. ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലത്തിന്റെ ഭാഗമായ ഒരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ നിന്ന് മാസങ്ങൾക്ക് മുൻപ് അവിശ്വസനീയമായ ഒരു അട്ടിമറി വിജയം നേടിയെടുത്ത നേതാവാണ് അദ്ദേഹം. ആ ഒരു വിന്നിംഗ് കോൺഫിഡൻസ് അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നേരിയ ഭൂരിപക്ഷത്തിനെങ്കിലും വിനു ജോബ് വിജയിച്ച് നിയമസഭയിൽ എത്തുമെന്ന് തന്നെയാണ് ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മത്സരിക്കുന്ന 8 സീറ്റുകളിൽ 7 വിജയിക്കാൻ കഴിഞ്ഞാൽ UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ജോസഫ് ഗ്രൂപ്പിന് ശക്തമായ അവകാശവാദങ്ങൾ ഉന്നയിക്കാം. അതായത് 2 മന്ത്രി പദവിയും ഒരു ചീഫ് വിപ്പ് പദവിയും ചോദിച്ചു വാങ്ങാനുള്ള രാഷ്ട്രീയ അർഹത അവർക്ക് കൈവരും. നമ്മൾ ചരിത്രത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ 2011-2016 കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സമയത്ത് 7 MLAമാരുണ്ടായിരുന്ന കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് 2 മന്ത്രിസ്ഥാനവും ചീഫ് വിപ്പ് പദവിയുമാണ് ലഭിച്ചത്. അന്ന് KM മാണിയും PJ ജോസഫും മന്ത്രിമാരായപ്പോൾ PC ജോർജും പിന്നീട് തോമസ് ഉണ്ണിയാടനും ചീഫ് വിപ്പായി. ഇതേ മാതൃകയിൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാനാണ് PJ ജോസഫും സംഘവും ഇത്തവണ ലക്ഷ്യമിടുന്നത്. കൂടുതൽ രാഷ്ട്രീയ വിശകലന വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.